ഇന്ന് നമ്മൾ പഠിക്കുന്നത് LSSന് വേണ്ടിയിട്ടുള്ള EVS പക്ഷികളുടെ ലോകം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മക്കളൊക്കെ എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ദുചൂടൻ. ആരുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത്? ഡോക്ടർ സാലിം അലി. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? നവംബർ 12. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമാണ്. അത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. ഡോഡോ പക്ഷിയുടെ വംശനാശം കാരണം വംശനാശം സംഭവിച്ച വൃക്ഷമേത്? കാൾവേറിയ മേജർ. പെൻഗ്വിനുകൾ കാണപ്പെടുന്ന വൻകര ഏത്? അന്റാർട്ടിക്ക. ഏറ്റവും വലിയ ചിറകുകളുള്ള പക്ഷി ഏത്? ആൽബട്രോസ്. ഏറ്റവും വലിയ കൂടൊരുക്കുന്ന പക്ഷി ഏത്? വീവർ പക്ഷികളാണ്. വീവർ പക്ഷികൾ കൂട്ടത്തോടെയാണ് വസിക്കുന്നത്. ഉണങ്ങിയ പുല്ലും നാരുകളും കളിമണ്ണും ഇലകളും കൊണ്ടാണ് കൂടുണ്ടാക്കുന്നത്. കൂടിന് നല്ല ഭാരമുണ്ടാവും. ഓരോ കുടുംബത്തിനും പ്രത്യേകം അറകളും. ഈ കൂട്ടിൽ 100ഓളം കുടുംബങ്ങൾക്ക് ഒരേ സമയം താമസിക്കാനുള്ള സ്ഥലം ഉണ്ടായിരിക്കും. ഈ പക്ഷികളെ കൂട്ടത്തോടെ താമസിക്കുന്നവർ എന്ന പേരിലും അറിയപ്പെടുന്നു. ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷി ഏത്? യമു. ഓസ്ട്രേലിയയിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത്. ഏറ്റവും വലിയ പക്ഷി ഏത്? ഒട്ടകപ്പക്ഷി. ഏറ്റവും ഭാരം കൂടിയ പക്ഷി ഒട്ടകപ്പക്ഷിയാണ്. ഏറ്റവും ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏത്? ആർട്ടിക് ടേൺ. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം? ചൂലന്നൂർ. കേരളത്തിലെ പക്ഷിഗ്രാമം എവിടെയാണ്? നൂറനാട്, ആലപ്പുഴ. ഏറ്റവും നീളം കൂടിയ വിരലുകളുള്ള പക്ഷി ഏത്? താമരക്കോഴി. പറക്കുന്ന സസ്തനി ഏത്? വവ്വാൽ. മുന്നോട്ടും പിന്നോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി ഏത്? ഹമ്മിങ് ബേർഡ്, തേൻകുരുവി. ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഏത്? ഫാൾക്കൺ. വലിയ ചിറകുകളുള്ള പക്ഷി ആൽബട്രോസ്. വേഗത്തിൽ പറക്കുന്ന പക്ഷി ഫാൽക്കൺ. ഏറ്റവും ദൂരം ദേശാടനം ചെയ്യുന്ന പക്ഷി ആർട്ടിക് ടേൺ. ഇത് മൂന്നും മാറരുത് കേട്ടോ. വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷി ഏത് ദ്വീപിലാണ്? മൗറീഷ്യസ്. പറക്കാൻ കഴിയാത്ത പക്ഷികൾ ഏതെല്ലാം? യമു, ഒട്ടകപ്പക്ഷി, കിവി, പെൻഗ്വിൻ. ഓരോ പക്ഷിയുടെയും പ്രത്യേകതകൾ നോക്കാം. പരുന്ത് ഇരപിടിയൻ പക്ഷിയാണ്. ഇരയെ കോർത്തു പിടിക്കാനുള്ള വളഞ്ഞു മൂർച്ചയേറിയ നഖങ്ങൾ, വളഞ്ഞു മൂർച്ചയേറിയ കൊക്കുകൾ. താമരക്കോഴി ഏറ്റവും നീളം കൂടിയ വിരലുകളുള്ള ജലനിരപ്പിൽ താമര ഇലയിൽ നടക്കുന്ന പക്ഷി. കരയിൽ നിന്നും ഇര തേടാത്ത പക്ഷി. തേൻകുരുവി, ഹമ്മിങ് ബേർഡ്, വായുവിൽ പറന്നു നിൽക്കാൻ കഴിയുന്നു. ഏറ്റവും ചെറിയ പക്ഷി, പിന്നോട്ടും മുമ്പോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി. ആർട്ടിക് ടേൺ ഏറ്റവും ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി. ഇവ ദേശാടനത്തിന് വേണ്ടിയിട്ട് പകൽ സൂര്യനെയും രാത്രി നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളെയും ദിശ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. ചോദ്യം ഇങ്ങനെ ചോദിക്കാട്ടോ. ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തുന്ന ആർട്ടിക് ടേൺ പക്ഷികൾ വഴി തെറ്റാതിരിക്കാൻ ചെയ്യുന്നത് എന്താണ്? ഇങ്ങനെ ഇതാ, പകൽ സൂര്യനെയും രാത്രി നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളെയും ദിശാസൂചകത്തിന് ഉപയോഗിക്കുന്നു. അടുത്തത് വർണ്ണക്കൊക്ക്. വെള്ളത്തിൽ നിന്നും ആഴത്തിൽ മീൻ പിടിക്കാൻ കഴിയും. കാട്ടുതാറാവിൻ്റെ പ്രത്യേകത എന്താണ്? പറക്കുമ്പോൾ മാത്രം ചിറക് വിരിക്കാൻ കഴിയുന്ന പക്ഷിയാണ് കാട്ടുതാറാവ്. ഒട്ടകപ്പക്ഷി ഏറ്റവും വലിയ പക്ഷി, പറക്കാൻ കഴിയാത്ത പക്ഷി. ശത്രുക്കളെ കാണുമ്പോൾ മണ്ണിൽ തല പൂഴ്ത്തുന്ന പക്ഷി. ഒട്ടകപ്പക്ഷി മണ്ണിൽ തല പൂഴ്ത്തി വെച്ചിട്ടാണ് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നത്. ഏറ്റവും ഭാരമുള്ള പക്ഷിയാണ്. ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയാണ്. ഇനി ഒരു ചോദ്യമാണ്. പക്ഷികളെ കൊണ്ട് നമുക്കും പ്രകൃതിക്കുമുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? പക്ഷികളുടെ മുട്ടയും മാംസവും നാം ആഹാരമാക്കുന്നു. പക്ഷികൾ വിത്ത് വിതരണം നടത്തുന്നു. കീടങ്ങളെ നിയന്ത്രിക്കുന്നു. പരിസരം വൃത്തിയാക്കുന്നു. പരിസരം വൃത്തിയാക്കുന്ന പക്ഷി ഏതാണ്? കാക്ക. കണ്ടിട്ടില്ലേ ശുചിത്വ മിഷൻ്റെ ചിത്രത്തിൽ കാക്ക ചൂലും പിടിച്ച് നിൽക്കുന്നത്? കഴിഞ്ഞ വർഷം അക്ഷരമുറ്റത്തിന് വന്ന ചോദ്യമാണ്. ആ ശുചിത്വ മിഷൻ്റെ കാക്കയുടെ പേരെന്താണ് അറിയോ? മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും നമ്മുടെ ചാനലിൽ നൽകുന്നുണ്ട് കേട്ടോ. HSS വരെയുള്ള ക്വിസിൻ്റെ ചോദ്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. മക്കളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ LSSൻ്റെ എല്ലാ വിഷയങ്ങളും നൽകുന്നുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പരിസ്ഥിതിക്ക് ഏറെ ഗുണം ചെയ്യുന്ന പക്ഷികൾ വംശനാശ ഭീഷണിയിലാണ്. കാരണം എന്തെല്ലാം? വർദ്ധിച്ച കീടനാശിനി പ്രയോഗം, ഭക്ഷണത്തിലെ ലഭ്യതക്കുറവ്,
പരിസ്ഥിതി മലിനീകരണം, വാസസ്ഥലങ്ങളില്ലാതാകുന്നു, വേട്ടയാടൽ, കാട്ടുതീ, വനനശീകരണം, കാലാവസ്ഥാ വ്യതിയാനം. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷി സങ്കേതത്തിൻ്റെ പേരും ജില്ലയും നൽകിയിട്ടുണ്ട്. മംഗളവനം തട്ടേക്കാടും എറണാകുളം ജില്ലയിലാണ്. 2 ഉണ്ട് എറണാകുളം ജില്ലയിൽ, മംഗളവനം, തട്ടേക്കാട്. നെക്സ്റ്റ് അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ്. കുമരകം കോട്ടയം. ചൂലന്നൂർ പാലക്കാട് ജില്ലയിൽ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം. ഇത് KK നീലകണ്ഠൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ കേരളത്തിലെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്ന ഇന്ദുചൂടൻ്റെ പേരിലാണ് ചൂലന്നൂർ അറിയപ്പെടുന്നത്. അടുത്തത് കടലുണ്ടി മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. പാതിരാമണൽ ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? 18 അല്ലേ. വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, നദികൾ ഇതൊക്കെ അടങ്ങിയൊരു വീഡിയോ യൂണിറ്റ് 8 വായിക്കാം വരക്കാം എന്നുള്ള EVSൻ്റെ പാഠഭാഗത്ത് നൽകിയിട്ടുണ്ട്. അത് കൂടി പോയി കണ്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ. അതിന് 4 മാർക്ക് 5 മാർക്കിനുള്ള ചോദ്യങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അതുപോലെ നമുക്ക് ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. മക്കളെല്ലാവരും ജോയിൻ ചെയ്യണം കേട്ടോ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.